ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇനി മുതൽ നിങ്ങൾക്കും എൻജോയ് ലൈഫ് മീഡിയയുടെ ഭാഗമാകാം. വീഡിയോയുടെ താഴെ കാണുന്ന ജോയിൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ രീതി പറയുവാണെങ്കിൽ നമ്മൾ സാധാരണ നെല്ലിക്ക അച്ചാർ എടുത്തില്ലേ, ഒരു നെല്ലിക്ക അച്ചാർ നമുക്കത് കണ്ട അച്ചാറാണെന്നാണ് തോന്നുന്നത്. അച്ചാറിൻ്റെ ഒരു റെസിപ്പിയാണ്, പക്ഷേ നമ്മളിടുന്നേക്കാളും കൂടുതൽ ഇൻഗ്രീഡിയൻസ് അവർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് വേറിട്ട രീതിയിൽ ആ നെല്ലിക്കയുടെ റെസിപ്പി ഒന്ന് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മളത് 1/2 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഒരു പാനിൽ ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഒന്ന് കത്തിക്കാം. ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മതിയാവും. അതിനുള്ളിൽ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ നെല്ലിക്ക നമ്മൾ വേവിക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. നെല്ലിക്ക നന്നായിട്ട് ഇതൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് മാറ്റിയെടുക്കാം. നെല്ലിക്ക തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. നെല്ലിക്ക നമ്മൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കത്തിയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. വേവുമ്പോൾ തന്നെ അത് നന്നായിട്ടൊന്ന് പൊട്ടി വരും. നമ്മൾ കൈവച്ച് തന്നെ തണുത്ത് കഴിഞ്ഞ ശേഷം നമുക്കിതുപോലെ അടർത്തിയെടുക്കാൻ പറ്റും. ഇനി നമ്മളൊരു പാൻ വയ്ക്കുക. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറിന് എപ്പോഴും കറിക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നല്ലെണ്ണയാണ്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ഡിഷസ്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു അല്പം പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണല്ലോ, അവരിതൊക്കെ എല്ലാ കറിയിലും ഉപയോഗിക്കുന്നതാണ്. പെരുംജീരകം വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം മതിയാവും. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് ഒരു അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നെല്ലിക്ക ചേർത്ത് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ജീരകത്തിൻ്റെ പൊടിയാണ്. നമ്മൾ ചെറിയ ജീരകവും വലിയ ജീരകവും കൂടി ഒന്നിച്ച് ഒന്ന് പൊടിച്ചെടുത്തതാണ്. വറുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെയൊക്കെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ജീരകത്തിൻ്റെ പൊടി. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർക്കാൻ പോവുകയാണ്. ഇത് കാശ്മീരി ചില്ലിയാണ്. നമുക്കൊരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നമ്മുടെ നെല്ലിക്കയിലെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഇതിൻ്റെ മസാലയൊക്കെ നമ്മുടെ നെല്ലിക്കയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇതുപോലെ ഒരു കഷ്ണം ശർക്കര ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ശർക്കര ഇതുപോലെ ഒന്ന് ചീകി എടുത്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വരണം. ഈ ചൂടി കിടന്നിട്ട് അതൊക്കെ ഒന്ന് ഉരുകി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ശർക്കര ചേർത്തതിന് ശേഷം ഞാനൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശർക്കരയൊക്കെ ഉരുകി അതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടാവും. കണ്ടോ, ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി നമ്മുടെ നെല്ലിക്കയിലേക്ക് പിടിച്ചിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ശർക്കര ചേർത്താൽ നന്നായിട്ട് ആ ഗ്രേവി ആയിട്ട് വരും. നല്ല മധുരത്തിന് വരും. അപ്പോൾ എനിക്ക് അത്രയും ഓവർ മധുരം വേണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ശർക്കര മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സ്വീറ്റായിട്ട് വരും. ഇതിപ്പോൾ നല്ല ഒരു എരിവും ചെറിയൊരു മധുരവും ഒക്കെ ഉള്ള ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. നോക്കേ, നല്ല ഒന്നാം തരം അച്ചാർ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള നാടൻ അച്ചാർ കണ്ടോ. നല്ല ഒന്നാം തരം ഒരു നെല്ലിക്കയുടെ അച്ചാറാണ്. നമ്മുടെ നോർമൽ ടേസ്റ്റ് ആവില്ല, ഒരു നോർത്ത് ഇന്ത്യൻ കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റ്. ഒരു കറിയായിട്ടോ അല്ലെങ്കിൽ അച്ചാറായിട്ട്, പ്രത്യേകിച്ച് അച്ചാറാണ് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാനായിട്ടോ നല്ലത്. നമ്മുടെ രീതിയിൽ ചെയ്തെടുത്ത ഒരു നോർത്ത് ഇന്ത്യൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.